കൃപാലുവായ ദൈവം ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ ഞായറാഴ്ച പകലിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരു അവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവിന് വലിയ സാന്നിധ്യം നമ്മുടെ മധ്യേ വെളിപ്പെടുത്തേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്ക് കർത്താവിന് സന്നിധിയിൽ കടന്നു വരാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അല്പനിമിഷം ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ തീരുകയാണ്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ യെരൂശലേമിന്മേൽ ആശ്വാസം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ ചന്തമായ ഒരു അധ്യായം, ചിന്തിക്കുവാൻ ഒത്തിരിയുള്ള ഒരു അധ്യായമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം എഴുതി നിർത്തുമ്പോൾ പ്രവാചകൻ പറയുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം പറയുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗ്ഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ? അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ. ഒരമ്മ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്, അതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ അമ്മമാരെ പോലെയൊന്നും അല്ല കർത്താവിൻ്റെ വാക്കുകൾ. ആമേൻ. ആദിമ നൂറ്റാണ്ടിൽ നമ്മൾ മോശയുടെ ചരിത്രം മുതൽ പഠിക്കുമ്പോൾ മോശയെ എങ്ങനെയാണോ തൻ്റെ അമ്മ ആശ്വസിപ്പിച്ച് അവനെ ഒളിപ്പിച്ചു വച്ചത്, അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ഞായറാഴ്ച എന്തൊക്കെയോ ഭാരത്തോടെ ആലയത്തിലേക്ക് കടന്നു പോകുന്ന കർത്താവിൻ്റെ പൈതലെ, നിനക്ക് ഏത് സ്ഥലത്ത് നോക്കിയാലും ആശ്വാസമില്ലാത്തൊരു തലം. ആമേൻ. പലപ്പോഴും ആശ്വാസത്തിനായി കരയുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ആശ്വാസം ദൈവസന്നിധിയിൽ നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ വായിക്കുന്നത് 13-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: പ്രൈസ് ദി ലോർഡ്. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. നിങ്ങൾ യെരൂശലേമിന്മേൽ ആശ്വാസം പ്രാപിക്കും. നിങ്ങളായിരിക്കുന്ന തലത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. വചനത്തിൻ്റെ അകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ കിടപ്പുണ്ട്. ആമേൻ. കർത്താവ് തന്നെ തൻ്റെ ദാസന്മാരെ ആശ്വസിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ആമേൻ. ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാസന്മാർക്ക് കർത്താവിൻ്റെ കരം അനുകൂലമായിരിക്കും, എന്നാൽ ശത്രുക്കൾക്ക് അവൻ്റെ കൈ ക്രോധമായി വരും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കുന്ന തൻ്റെ ജനത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു, എൻ്റെ കരം നിനക്ക് ആശ്വാസമായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരം ആശ്വാസമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആമേൻ. പലപ്പോഴും ശത്രു പ്രബലനാകുമ്പോഴും ശത്രുവിൻ്റെ ഇഷ്ടം വിശ്വാസ ജീവിതങ്ങളിൽ അർപ്പിക്കുമ്പോഴും, എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നത്, ആമേൻ, യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ഉറപ്പായിട്ടും ഇന്ന് പകലില് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, അഭിഷത്തയെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടും. അതിൻ്റെ ശക്തിയോടെ കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതിൻ്റെ 66-ന്റെ 14-ാമത്തെ വാക്യമാണ് വായിച്ചത്. ആമേൻ. ഞാൻ ചില ശത്രുക്കളുടെ നേരെ എൻ്റെ കരം എൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തും.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ നോക്കൂ, 51 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12 വാക്യം ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 51. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നാൽ ആമേൻ മരിച്ചു പോകുന്ന മർദ്ദിനെയും പുല്ലുപോലെ അരിയുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവിടെ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവനെ ആത്മീയത്തിൽ നിന്ന് പിറകിലോട്ട് വലിക്കുന്നത് അവന്റെ ഭയമാണ്. ആ ഭയത്തിനകത്ത് നിന്ന് സ്വർഗം പറയുക, നീ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ പുല്ല് പോലെ ആയിരിക്കുന്ന മനുഷ്യനെ നീ എന്ത് ചെയ്യണം? എന്താ ചെയ്യുന്നത്? നീ ഭയപ്പെടുന്നത് എന്തിനാ? ആമേൻ. പുല്ലുപോലെ ആയിരിക്കുന്ന മനുഷ്യനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ മനുഷ്യൻ ആമേൻ മർദ്ദിനെയും പുല്ലുപോലെ ആയിരിക്കുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? ആമേൻ. അപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ സ്നേഹിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ ദൈവം ഇറങ്ങിയെന്ന് പറയുകയാണ്, നിന്റെ ആത്മീക മണ്ഡലത്തെ നശിപ്പിക്കാൻ, നിന്നെ ഭയപ്പെടുത്തുവാൻ മുൻപിലോട്ട് ചാടി വീഴുന്ന ചില ആമേൻ വ്യക്തികളെയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ, നിങ്ങളിപ്പോൾ പ്രൈസ് ദി ലോർഡ് ഭയപ്പെട്ടിരിക്കുന്ന, ആശ്വാസമില്ലാതിരിക്കുന്ന, എങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് ചിന്തി ദൈവന്റെ അഭിഷത്തെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, ഞാനൊരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 35 അധ്യായത്തിന്റെ 10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെയാണ്, അങ്ങനെ യഹോവയിൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആശ്വാസം മാത്രമല്ല അവർ പ്രാപിക്കുന്നത്, ഒരു മടങ്ങി വരവ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ഭയത്തിൽ നിന്നൊരു മടങ്ങി വരവ്, മാനുഷികമായ കൽപ്പനയ്ക്കകത്ത് നിന്ന്, ന്യായവിധികൾക്കകത്ത് നിന്ന് ഒരു മടങ്ങി വരവാണ് ഈ പ്രഭാതത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഞായറാഴ്ച ഭാരത്തോടെ ആലയത്തിൽ പോകും, ഇരട്ടി ഭാരത്തോടെ തിരിച്ചു മടങ്ങി വരുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നത്, അതിനകത്ത് നിന്നെ വിശ്വസ്തനാക്കി നിർത്താൻ സ്വർഗത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആമേൻ നിറയപ്പെടുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവം അത്ഭുതങ്ങളെ എക്കാലത്തും ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവകുഞ്ഞിനെയും നോക്കി സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. കണ്ടോ, ഒരു നിത്യാനന്ദം അവരുടെ തലമേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിത്യമായി ഒരു ആനന്ദം സിയോനിൽ നിന്ന് അവരെന്ത് ചെയ്യും? നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇന്ന് പകലിൽ ദുഃഖിച്ചിരിക്കുന്ന, നെടുവീർപ്പോടിരിക്കുന്ന വിഷയത്തിൽ ഒരു മറുപടി തരുവാൻ സ്വർഗം സർവശക്തനാണ്. ഇവിടെ നമ്മൾ വായിച്ചത്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിന്മേൽ ആശ്വാസം പ്രാപിക്കും. നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. ഇന്ന് പകൽക്കാലം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ സ്തോത്രം. ദൈവമേ, ഈ കർത്തൃ ദിവസത്തിൽ തന്റെ ജനത്തിന്റെ ആരാധനയിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധനയിൽ ദൈവകൃപ വെളിപ്പെട്ടു വരട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.